പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ കാത്തു നിൽക്കുകയാണ്. വിശുദ്ധ നോമ്പുകളും നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളുമെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടണം. എന്നാൽ അവശേഷിക്കുന്ന ഒരു പ്രവർത്തനവും കൂടി നമ്മളിൽ ബാക്കിയുണ്ട്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരൊരുവനാണോ അവൻ്റെ ഫിത്ർ സക്കാത്ത് നൽകപ്പെടുന്നത് അതുവരെയും അവൻ്റെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയില്ല. അഥവാ ആ ഇബാദത്തുകൾ മുഴുവനും ആകാശഭൂമികളുടെ ഇടയിൽ തൂക്കപ്പെട്ടിരിക്കും. എപ്പോഴാണോ അവൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുത്തു വിടപ്പെടുന്നത് ആ സന്ദർഭത്തിലായിരിക്കും അവൻ്റെ നോമ്പുകളും അവൻ്റെ നമസ്കാരങ്ങളും അവൻ ചെയ്ത ദാനധർമ്മങ്ങളും അവൻ്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുക. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് അത് നമ്മുടെ നിർബന്ധിത ബാധ്യതയാണ്. നമ്മളുടെ ഇബാദത്തുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി നാം ചെയ്യേണ്ട കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന റമളാനായി നമ്മിലും സ്വീകരിക്കുമാറാകട്ടെ.